ഹലോ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഇൻട്രൊഡക്ടറി മൈക്രോ ഇക്കണോമിക്സ്, അതായത് BECC 101 എന്ന് പറയുന്ന പേപ്പറിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് എന്താണ് ഇക്കണോമിക്സ്. ഇക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് പ്രൊഡക്ഷൻ, കൺസംഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് ഒരു ഗുഡിൻ്റെയോ അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെയോ പ്രൊഡക്ഷൻ മുതൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരെയുള്ള പാർട്ടിനെ കുറിച്ച് പഠിക്കുന്ന സോഷ്യൽ സയൻസിൻ്റെ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ എക്കണോമിക്സ് എന്ന് പറയുന്നത്. സോ ഇതിൽ എന്തൊക്കെ വരും? പ്രൊഡക്ഷൻ, കൺസംഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഈ മൂന്ന് പാർട്ടിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന സോഷ്യൽ സയൻസിൻ്റെ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്കേഴ്സിറ്റി ആണ്. എക്കണോമിക്സ് ജനറലി സ്കേഴ്സിറ്റിനെയാണ് ഡീൽ ചെയ്യുന്നത്. എന്താണ് സ്കേഴ്സിറ്റി? ക്ഷാമം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ്. അതായത് ഇക്കണോമിക്സിൽ നമ്മൾ സ്കേഴ്സിറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: അൺലിമിറ്റഡ് വാണ്ട്സ് ആർ മെറ്റ് ബൈ സ്കേഴ്സ് റിസോഴ്സ് ഓർ മീൻസ്. അതായത് ഹ്യൂമൻ ബീങ്സിൻ്റെ വാണ്ട്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്, അല്ലേ? നമുക്ക് ഇന്നുള്ള ആഗ്രഹമായിരിക്കില്ല നാളെ ഉള്ളത്. അപ്പം നമ്മുടെ വാണ്ട്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ് ആൻഡ് അത് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇത് മീറ്റ് ചെയ്യാൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് എന്താണ്? വളരെ ലിമിറ്റഡ് ആണ്, അല്ലെങ്കിൽ സ്കേഴ്സ് ആണ്. അപ്പോൾ ഈ ലിമിറ്റഡ് റിസോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്ഷനും കൺസംഷനും ഡിസ്ട്രിബ്യൂഷനും എല്ലാം നടത്തുന്നത്. സോ ഇതിനെപ്പറ്റി ഡീൽ ചെയ്യുന്ന ഒരു സയൻസും കൂടെയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കോൺസെപ്റ്റാണ് പ്രൊഡക്ഷൻ. എന്താണ് പ്രൊഡക്ഷൻ? Production is a process by which input is transformed into output. ഒരു ഇൻപുട്ടിനെ നമ്മൾ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് ഷുഗർ കെയിൻ, കരിമ്പില്ലേ. ഈ കരിമ്പ് എന്ന് പറയുന്ന ഒരു ഇൻപുട്ട്, അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ഔട്ട്പുട്ടാണ് പഞ്ചസാര അല്ലെങ്കിൽ ഷുഗർ എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻപുട്ടിനെ നമ്മൾ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ എന്തിനെയാണോ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നത് അതിനെ ഇൻപുട്ട് എന്നും, എന്താണോ നമ്മൾ ട്രാൻസ്ഫോം ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് അതിനെ നമ്മൾ ഔട്ട്പുട്ട് എന്നും പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇക്കണോമിക്സ് സ്കേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. സോ ഇങ്ങനെ ഒരു സ്കേഴ്സിറ്റി ഇക്കോണമിയിൽ വരുമ്പോൾ അതിൽ ബേസിക്കായിട്ട് ഇക്കണോമിക്ക് കുറച്ച് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഈ പ്രോബ്ലത്തിനാണ് നമ്മൾ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി എന്താണെന്നാണ്. സോ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി എന്ന് പറയുന്നത് ബേസിക്കലി 3 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തത് വാട്ട് ടു പ്രൊഡ്യൂസ്, രണ്ടാമത്തത് ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് തേർഡ് വൺ ഇസ് ഹോം ടു പ്രൊഡ്യൂസ്. ഇതിൽ ഒന്നാമത്തത് വാട്ട് ടു പ്രൊഡ്യൂസ്, എന്താണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഒരു ഇക്കോണമിക്ക്? നമ്മൾ പറഞ്ഞു റിസോഴ്സ് സ്കേഴ്സ്. അപ്പോൾ ഈ സ്കേഴ്സ് റിസോഴ്സ് വെച്ചിട്ട് ആ ഇക്കോണമിക്ക് എന്താണ് എഫിഷ്യൻ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കുന്നതാണ് വാട്ട് ടു പ്രൊഡ്യൂസിലുള്ളത്. നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു ഫാമറിൻ്റെ കേസ് പറയാം. ഒരു ഫാമറിന് 100 acres ഓഫ് ലാൻഡ് ഉണ്ടെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഈ 100 acres ഓഫ് ലാൻഡിൽ പുള്ളിക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നില്ലെങ്കിൽ വീറ്റ് പ്രൊഡക്ഷൻ നടത്താം, അല്ലെങ്കിൽ റൈസ് പ്രൊഡക്ഷൻ നടത്താം. സോ എന്ത് പ്രൊഡ്യൂസ് ചെയ്താലാണ് ആ ഒരു ഫാമറിന് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ട് ആ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്ന് നോക്കിയിട്ടായിരിക്കുമല്ലോ അയാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു ഇക്കോണമിയിൽ ഈ സ്കേഴ്സ് റിസോഴ്സ് വെച്ചിട്ട് എങ്ങനെയാണോ എഫിഷ്യൻ്റ് ആയിട്ട് പ്രൊഡക്ഷൻ നടത്താൻ പറ്റുന്നത് എന്ന് നോക്കുന്നതിനാണ് നമ്മൾ വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ ഡീൽ ചെയ്യുന്നത്. സോ രണ്ടാമത്തേതാണ് ഹൗ ടു പ്രൊഡ്യൂസ്. എങ്ങനെയാണ് നമ്മൾ ഈ പ്രൊഡക്ഷൻ പ്രോസസ്സ് മൂവ് ഓൺ ചെയ്യുന്നത്? അപ്പോൾ ഈ പ്രൊഡക്ഷൻ പ്രോസസ്സ് നമുക്ക് 2 രീതിയിൽ പറയാം. ലേബർ ഇൻറ്റൻസീവ് പ്രൊഡക്ഷനും ഉണ്ട്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രൊഡക്ഷനും ഉണ്ട്. ഇപ്പോൾ ഇന്ത്യ പോലെ ഒരു നേഷൻ ആണെങ്കിൽ നമ്മൾ ലേബർ ഇൻറ്റൻസീവ് പ്രൊഡക്ഷനാണ് ഫോക്കസ് ചെയ്യുന്നത്. അതെന്താണ് ലേബർ ഇൻറ്റൻസീവ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്? ലേബറിനെ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇന്ത്യ നമുക്കറിയാം വെരി പോപ്പുലേറ്റഡ് നേഷനാണ്. അപ്പോൾ ഈ പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ ലേബർ ഇൻറ്റൻസീവ് പ്രൊഡക്ഷനാണ് യൂസ് ചെയ്യുന്നത്. സോ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രൊഡക്ഷൻ ആണെങ്കിലോ ക്യാപിറ്റലായിരിക്കും നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ആൻഡ് ലേബറിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. സോ അതാണ് നമ്മൾ സെക്കൻഡ് പ്രോബ്ലത്തിൽ പറയുന്നത് ഹൗ ടു പ്രൊഡ്യൂസ്. അപ്പോൾ നമ്മൾ ഈ ഡയഗ്രത്തിൽ ഈ ടേബിളിൽ കാണുന്ന പോലെ നമ്മുടെ ഈ കോമ്പിനേഷൻസും ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് MOC എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് കോമ്പിനേഷൻ നോക്കൂ. സെക്കൻഡ് കോമ്പിനേഷൻ്റെ LED പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 25ഉം കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 14ഉം ആണ്.
അപ്പോൾ 30ൽ നിന്നും 25 ആയി LED. അപ്പോൾ അവിടെയുള്ള ഡിഫറൻസ് എത്രയാണ്? 5. ആൻഡ് ഇപ്പുറത്തെ മോണിറ്ററിൻ്റെ നോക്കൂ, 0ൽ നിന്നും 14 ആയി, അതായത് അവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് 14 ആണ്. സോ MOC കണ്ടുപിടിക്കാനായിട്ട് 5 ഡിവൈഡഡ് ബൈ 14 വിച്ച് ഇസ് ഈക്വൽ ടു 0.357. ഇതാണ് അതിൻ്റെ MOC എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് കോമ്പിനേഷൻ എടുക്കാം, തേർഡ് കോമ്പിനേഷൻ എടുക്കാം. തേർഡ് കോമ്പിനേഷനിൽ 20 ആവുന്നു LED പ്രൊഡക്ഷൻ, ആൻഡ് മോണിറ്ററിൻ്റെ പ്രൊഡക്ഷൻ 20 ആവുന്നു. അപ്പോൾ 25ൽ നിന്നും 20 ആകുമ്പോൾ അവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് 5, ആൻഡ് 20ൽ നിന്നും 14ൽ നിന്നും 20 ആകുമ്പോൾ അവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് 6, അതായത് 5 ഡിവൈഡഡ് ബൈ 6 വിച്ച് ഇസ് ഈക്വൽ ടു 0.83. സോ ഇതാണ് MOC അല്ലെങ്കിൽ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എപ്പോഴെങ്കിലും ഈ PPC എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആകുമോ എന്നാണ്. നമ്മളിപ്പോൾ പറഞ്ഞു PPC എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള കോൺകേവ് ടു ദി ഒറിജിൻ ആയിട്ടുള്ള ഒരു ഡയഗ്രമാണ്. എപ്പോഴെങ്കിലും PPC സ്ട്രെയിറ്റ് ആവുമോ? യെസ്, PPC സ്ട്രെയിറ്റ് ആവുന്ന സിറ്റുവേഷൻസും ഉണ്ട്. എപ്പോഴാണ് PPC സ്ട്രെയിറ്റ് ആകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പഠിച്ച MOC മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അത് കോൺസ്റ്റൻ്റ് ആകുമ്പോഴാണ് നമ്മുടെ PPC ഈ കാണുന്ന പോലെ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് PPCക്ക് ഉള്ളിൽ മാത്രമാണോ പ്രൊഡക്ഷൻ നടക്കുന്നത്, അതായത് ആ കേർവിൽ മാത്രമാണോ പ്രൊഡക്ഷൻ നടക്കുന്നതെന്നാണ്. അല്ല, നമ്മൾ ഈ ഡയഗ്രത്തിൽ കാണുന്ന പോലെ ഈ ഡയഗ്രത്തിൽ 2 പോയിന്റ്സ് പറയുന്നുണ്ട്, പോയിന്റ് F ആൻഡ് പോയിന്റ് U. പോയിന്റ് F എന്ന് പറയുന്നത് ആ PPC കേർവിൽ തന്നെയാണ്. അപ്പോൾ അവിടെ ഉള്ള പോയിന്റിൽ നമ്മൾ പ്രൊഡക്ഷൻ നടത്തുവാണെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സും നമ്മൾ ഫുള്ളി യൂട്ടിലൈസ് ചെയ്തിട്ടാണ് പ്രൊഡക്ഷൻ നടത്തുന്നതെങ്കിലാണ് പോയിന്റ് Fൽ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇനി പോയിന്റ് U നോക്കിയേ, പോയിന്റ് U എന്ന് പറയുന്നത് PPC കേർവിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ അവിടെയാണ് പ്രൊഡക്ഷൻ നടക്കുന്നതെങ്കിൽ എന്തായിരിക്കും സിറ്റുവേഷൻ? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് നമ്മൾ ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുന്നില്ല, അവിടെ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ആണ് ഹാപ്പൻ ചെയ്യുന്നത്. സോ 2 പോയിന്റ്സ് ആണ് നമ്മൾ പറയുന്നത്, പോയിന്റ് F ഉണ്ട്, പോയിന്റ് U ഉണ്ട്. പോയിന്റ് U PPC കേർവിൻ്റെ ഉള്ളിലാണ്, അതായത് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ് ഹാപ്പൻ ചെയ്യുന്നതെങ്കിൽ പോയിന്റ് F അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കേർവിൽ തന്നെയുള്ള പോയിന്റ് ആയതുകൊണ്ട് ഫുള്ളി യൂട്ടിലൈസ് ചെയ്തിട്ടായിരിക്കും റിസോഴ്സും ടെക്നോളജിയും നമ്മൾ ഫുള്ളി യൂട്ടിലൈസ് ചെയ്തിട്ടായിരിക്കും പ്രൊഡക്ഷൻ പ്രോസസ്സ് നടത്തുന്നത്. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ് ആണ്. എന്താണ് ഇൻഡക്റ്റീവ് റീസണിങ്? ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സ്പെസിഫിക് ആയിട്ടൊരു കോൺസെപ്റ്റ് പറഞ്ഞിട്ട് അതിൽ നിന്നും ജനറലായിട്ട് പറയുന്നതിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഇനി ഡിഡക്റ്റീവ് ആണെങ്കിലോ സ്പെസിഫിക് അല്ല, ഇവിടെ ആദ്യം ജനറൽ ആണ് നമ്മൾ പറയുന്നത്, ജനറലിൽ നിന്നും സ്പെസിഫിക് ആയിട്ട് പറയുന്നു. ഓപ്പോസിറ്റ് ആണ്, ഇൻഡക്റ്റീവിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഡിഡക്റ്റീവിൽ വരുന്നത്. ഇപ്പം നമ്മൾ പറയുവാണ് മാൻ ഇസ് മോർട്ടൽ, ദെയർഫോർ റാം ഹൂസ് എ മാൻ ഇസ് എ മോർട്ടൽ, അതായത് എല്ലാ മനുഷ്യരും മോർട്ടലാണ്, അപ്പോൾ റാം എന്ന് പറയുന്ന ഒരു മാൻ മോർട്ടലാണ് എന്ന് നമ്മൾ പറയുവാണെങ്കിൽ അത് ഡിഡക്റ്റീവ് റീസണിങ്. ഇനി തിരിച്ചു പറയുവാണെങ്കിലോ റാം ഇസ് മോർട്ടൽ ദെയർഫോർ മാൻ ഇസ് മോർട്ടൽ എന്ന് പറയുവാണെങ്കിൽ ഒരാളിൽ നിന്നും നമ്മളൊരു ഹോൾ കോൺസെപ്റ്റിലേക്ക് നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുവാണ്, അതാണ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. അടുത്ത ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നതാണ് ഇക്കണോമിക് ഇക്വിലിബ്രിയം. ഒരു ഇക്കോണമി എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്? എന്താണ് ഇക്വിലിബ്രിയം? ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ജനറലി ഒരു സ്റ്റേറ്റ് ഓഫ് ബാലൻസ് ആണ്. ഒരു ഇക്കോണമി ബാലൻസിൽ എത്തുന്നതിനെയാണ് നമ്മൾ ഇക്കണോമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്, അല്ലേ? അതായത് ഇക്കോണമിയിലുള്ള ഡിമാൻഡും സപ്ലൈയും ഫോഴ്സസ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു പൊസിഷനെയാണ് നമ്മൾ ഇക്കണോമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡിമാൻഡും സപ്ലൈയും ഫോഴ്സസ് ഇസ് നോട്ട് എഫക്റ്റഡ് ബൈ external forces. Demand and supply forces are not affected by external forces. External forces in വേറെ അഫെക്ഷൻ ഒന്നുമില്ലാണ്ട് അത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഇക്കണോമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. സോ ഇക്കണോമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് നമുക്ക് 2 രീതിയിലുണ്ട്. പാർഷ്യൽ ഇക്വിലിബ്രിയം ഉണ്ട്, ജനറൽ ഇക്വിലിബ്രിയം ഉണ്ട്. അപ്പോൾ ഈ പാർഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു യൂണിറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഫേം എടുത്തിട്ട് അതിൻ്റെ മാത്രം ഒരു സിംഗിൾ മാർക്കറ്റിനെ കുറിച്ച് മാത്രമാണ് പഠിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ പാർഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറയും. വൈൽ ജനറൽ ഇക്വിലിബ്രിയം ആണെങ്കിൽ സൈമൾട്ടേനിയസ് ആയിട്ട് നമ്മൾ ഇക്കോണമിയിലുള്ള എല്ലാ മാർക്കറ്റിൻ്റെ ഇക്വിലിബ്രിയത്തിനെ പറ്റിയും അനലൈസ് ചെയ്യുന്നതിനാണ് ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ് എന്ന് പറയുന്നത്. അടുത്തൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആൻഡ് നോർമാറ്റീവ് ഇക്കണോമിക്സ് ആണ്. എന്താണ് പോസിറ്റീവ് ഇക്കണോമിക്സ്? പോസിറ്റീവ് ഇക്കണോമിക്സ് ഡിസ്ക്രൈബ്സ് ആൻഡ് എക്സ്പ്ലെയിൻസ് വേരിയസ് ഇക്കണോമിക് ഫിനോമിനൻ. പല പല ഇക്കണോമിക് ഫിനോമിനനെ കുറിച്ച് പറയുന്ന ഒരു ബ്രാഞ്ച് ഓഫ് ഇക്കണോമിക്സിനാണ് നമ്മൾ പോസിറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്.
വൈൽ നോർമാറ്റീവ് എക്കണോമിക്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് വാട്ട് ആർ അല്ലെങ്കിൽ വാട്ട് ദ ഇക്കോണമി ഷുഡ് ബി അല്ലെങ്കിൽ വാട്ട് ഔട്ട് ടു ബി എന്ന് പറയുന്നതാണ്. ഇക്കോണമി എങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ എങ്ങനെ ആകാം എന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിനാണ് നമ്മൾ പോസിറ്റീവ് എക്കണോമിക്സ് പറയുന്നത്. സോ വാട്ട് ഈസ് അല്ലെങ്കിൽ വാട്ട് ആർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് വരുന്നത് പോസിറ്റീവ് എക്കണോമിക്സിലും വാട്ട് ഷുഡ് ബി അല്ലെങ്കിൽ വാട്ട് ഔട്ട് ടു ബി എന്നൊക്കെ പറയുന്നത് നോർമാറ്റീവ് എക്കണോമിക്സിലും ആണ്. അടുത്തൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നതാണ് സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വേരിയബിൾസ്. എന്താണ് സ്റ്റോക്കും ഫ്ലോയും വേരിയബിൾസ്? ഇക്കോണമിയിലുള്ള വേരിയബിൾസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സ്റ്റോക്ക് വേരിയബിൾസ് എന്ന് നമ്മൾ പറയുന്നുണ്ട്, ഫ്ലോ വേരിയബിൾസ് എന്നും പറയുന്നുണ്ട്. സ്റ്റോക്ക് വേരിയബിൾസ് എന്താണ്? നമ്മളൊരു പോയിന്റ് ഓഫ് ടൈമിൽ മെഷർ ചെയ്യുന്ന വേരിയബിൾസിനാണ് നമ്മൾ സ്റ്റോക്ക് വേരിയബിൾസ് എന്ന് പറയുന്നത്. വയൽ ഫ്ലോ വേരിയബിൾസ് ആണെങ്കിൽ നമ്മളൊരു പീരീഡ് ഓഫ് ടൈമിലായിരിക്കും മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഒരു ടാങ്കിലുള്ള വെള്ളം, വാട്ടർ ടാങ്കിലുള്ള വെള്ളത്തിനെ നമ്മൾ സ്റ്റോക്ക് ആയിട്ടാണ് എടുക്കുന്നത്. അത് എങ്ങനെയാണ്? നമ്മൾ ഈ പോയിന്റിൽ പോയിട്ട് നമുക്കത് എത്രയാണെന്ന് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതിനെ നമ്മൾ സ്റ്റോക്ക് വേരിയബിൾ എന്ന് പറയും. വയൽ ഒരു ടാപ്പിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വെള്ളം, ടാപ്പിൽ നിന്ന് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളം, അതെന്താണ്? ഒരു ഫ്ലോ വേരിയബിൾ ആണ്. അത് നമുക്കൊരു പീരീഡ് ഓഫ് ടൈമിൽ മാത്രമാണ് അതിൻ്റെ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ പറ്റുന്നത്. സോ അതാണ് ഫ്ലോ വേരിയബിൾ. ഇനി നമുക്കുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആൻഡ് ഡൈനമിക് വേരിയബിൾസ് ആണ്. എന്താണ് സ്റ്റാറ്റിക് ഇക്കണോമിക്സ്? സ്റ്റാറ്റിക് ഇക്കണോമിക്സ് ആണെങ്കിൽ ഇക്കോണമിയിലുള്ള ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയത്തിനെ പറ്റി പഠിക്കുന്ന ഒരു ഇക്കണോമിക്സിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഡൈനമിക് ഇക്കണോമിക്സ് ആണെങ്കിലോ എങ്ങനെയാണ് നമ്മൾ ഈ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിയത് എന്ന പ്രോസസ്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ചിനാണ് നമ്മൾ ഡൈനമിക് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് ഫസ്റ്റ് യൂണിറ്റിലുള്ളത്. നമ്മൾ നോക്കിയത് എന്താണ് സ്കേഴ്സിറ്റി, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അതിൽ സംഭവിക്കുന്ന ഷിഫ്റ്റ് എങ്ങനെയൊക്കെയാണ്, എന്താണ് ഇക്കണോമിക് ഇക്വിലിബ്രിയം, സ്റ്റാറ്റിക് ഇക്കണോമിക്സ് എന്താണ്, ഡൈനമിക് ഇക്കണോമിക്സ് എന്താണ്, ഫ്ലോ വേരിയബിൾ എന്താണ്, സ്റ്റോക്ക് വേരിയബിൾ എന്താണെന്നുള്ള ബേസിക് ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഡീൽ ചെയ്തത്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.